കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പുകയുകയാണ്. കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് എസ്എഫ്ഐ പ്രവർത്തകർ. അല്പം മുൻപ് പ്രതിഷേധിച്ച ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അരുൺ അമൃതനാഥ് കൂടിയുണ്ട്. അരുണാണല്ലോ നേരത്തെ ഗവർണറുടെ പ്രതികരണം എടുത്തത്. എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് എസ്എഫ്ഐ. എന്താണ് ഗവർണറുടെ നിലപാട്? അരുൺ കേൾക്കാമോ? എന്താണ് ഗവർണർ പറഞ്ഞത് അല്പം മുൻപ്? എന്താണ് ഗവർണറുടെ നിലപാട്? ഗവർണർ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കേണ്ട വൈസ് ചാൻസലർ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പ്രകോപിതനാവുകയായിരുന്നു. അത് എന്റെ ബാധ്യതയല്ല, എന്റെ ഉത്തരവാദിത്തമല്ല, ഏതെങ്കിലും ഒരാൾ ഫംഗ്ഷനിൽ പങ്കെടുക്കേണ്ടതായി ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല എന്നുള്ള പ്രതികരണം മാത്രമാണ് ഗവർണർ നൽകിയത്. മറ്റു ചോദ്യങ്ങൾക്കൊക്കെ നേരത്തെ പോലെ രോഷാകുലനായി തന്നെയാണ് ഗവർണർ പ്രതികരിച്ചത്. ഈ സമരങ്ങൾക്കെതിരെ നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഗവർണർ ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. ഈ ഉടനീളം എസ്എഫ്ഐക്കുള്ള ഒരു മറുപടി ഗുണ്ടകൾ എന്ന് വിളിച്ചുകൊണ്ട്, ക്രിമിനലുകൾ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം, ഒരു നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഗവർണർ ചെയ്തത്. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോടും രോഷാകുലരാകുന്ന ഒരു സ്ഥിതിഗതി തന്നെയാണ് ഉണ്ടായത്. വൈസ് ചാൻസലർ എന്തുകൊണ്ടാണ് അധ്യക്ഷത വഹിക്കേണ്ട വൈസ് ചാൻസലർ പങ്കെടുക്കാത്തത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഒരു മറുപടി ഗവർണർ തന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. ഗവർണറുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് അരുൺ നൽകിയത്. ഗവർണർ എയർപോർട്ടിലേക്ക്, കാലിക്കറ്റ് വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ഷഹീദ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ഇനി ശക്തമായ പ്രതിഷേധമാണ് 2 ദിവസമായി എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തുടരാൻ തന്നെയാണോ തീരുമാനം? ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാതയോട് അടുത്തുള്ള സ്ഥലത്താണെന്നാണ്. തീർച്ചയായും നേരത്തെ പോലീസിന് മുമ്പിൽ കുത്തിയിരുന്ന മുദ്രാവാക്യമായിരുന്നു ദേശീയപാതയ്ക്ക് സമീപം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും പ്രകടനമായി ദേശീയപാതയിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പ്രധാന പ്രവേശന കവാടത്തിലേക്കാണ് അവർ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഗവർണറുടെ പരിപാടി നടന്ന സ്ഥലം, ആ സ്ഥലം ലക്ഷ്യമാക്കി, അത് പ്രധാന പ്രവേശന കവാടത്തിന് സമീപമാണ് അവിടെ സെമിനാർ ഹാളും ഒക്കെ ഉണ്ടായിരുന്നത്. അതിന് അപ്പുറത്തായിരുന്നു, ക്യാമ്പസിനകത്തായിരുന്നു നേരത്തെ അവരെ തടഞ്ഞിരുന്നത്. അപ്പോൾ ക്യാമ്പസിനകത്തുകൂടി അവർ മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്കെത്തി ഇപ്പോൾ റോഡിലൂടെ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം തുടരാൻ തന്നെയാണോ തീരുമാനം? ആർഷോ, എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർഷോ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളായി പ്രതിഷേധത്തിന് ആർഷോ നേതൃത്വം നൽകുകയാണ്. ആർഷോയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നൽകി വിവിധ തലങ്ങളിലൂടെയുള്ള പ്രതിഷേധം. അതായത് നേരത്തെ നമ്മൾ കണ്ടു, ക്യാമ്പസിനകത്ത് ബാരിക്കേഡിന് മുമ്പിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ തന്നെ മറ്റു പല ഭാഗങ്ങളിലൂടെയും കറുത്ത തുണികളുമായി, ബാനറുകളുമായി എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ച് അകത്ത് ചാടിക്കടന്ന് മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം ഇപ്പോൾ നേരത്തെയുള്ള പ്രവർത്തകർ തന്നെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചു. അകത്തൂടെ പ്രകടനമായി പുറത്തേക്ക് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് വന്നിപ്പോൾ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഗവർണർ ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. പക്ഷേ എങ്കിൽ കൂടി പ്രതിഷേധത്തിലും തങ്ങൾ ഒരു ഘട്ടത്തിലും പിന്മാറില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് തുടരുമെന്ന് തന്നെയാണ് അവരുടെ നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ദേശീയപതാകയിൽ നിൽക്കുന്നുണ്ട്. അവിടെ ദേശീയപതാകയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കൂടിയാണ്. അതിനിടയിലൂടെ ഇപ്പോൾ എസ്എഫ്ഐയുടെ പ്രകടനം, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഏറെ സമയമായി മുദ്രാവാക്യം വിളികളുമായി അവർ രംഗത്തുണ്ട്. അപ്പോൾ അതുവഴി വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയുന്നില്ലേ? പോലീസ് ഇടപെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? നിലവിൽ പോലീസിന് ഇടപെടാൻ കഴിയുന്ന സാഹചര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ മറ്റൊരു പ്രവേശന കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ വേണ്ട പോലീസ് ഉണ്ടായിരുന്നില്ല, ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. തൽക്കാലം പ്രവർത്തകർ അവിടെ കുറച്ചു സമയം ഇരുന്നു. പിന്നീട് അവർ തന്നെ ഇപ്പോൾ ദേശീയ പാതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. തൽക്കാലം വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. പ്രവർത്തകർ ആ വാഹനങ്ങൾക്കിടയിലൂടെ പ്രധാന പ്രവേശന കവാടം, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ
എപ്പോഴും സമര കേന്ദ്രമാകാറുള്ള പ്രധാന പ്രവേശന കവാടത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവിടേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. അപ്പോൾ അവർ മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തുടർച്ചയായി എത്ര സമയമെടുത്താലും പ്രതിഷേധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി സമരരംഗത്ത് പ്രത്യേകിച്ചും ക്യാമ്പസിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച സന്ദേശമാണ് SFI നൽകുന്നത്. സംസ്ഥാന പ്രസിഡന്റ് തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് സർവകലാശാലയിൽ നിന്നും കാണാൻ കഴിയുന്നത്.